എൻ്റെ ചോദ്യം ഇതാണ്, ആർ യു വർക്കിംഗ് ഓൺ എ ജോബ് ഓർ ആർ യു ബിൽഡിങ് എ കരിയർ? ഇതാണ് ചോദ്യം. ചിലവരൊക്കെ ഇത് ജോലിയായിട്ട് എടുത്തിട്ടുണ്ട്, ചിലവർ ഇതൊരു കരിയറായിട്ട് എടുത്തിട്ടുണ്ട്. ഏത് വേണം? കരിയറാണ് ബിൽഡ് ചെയ്തത്. ചെറുപ്പക്കാരാണ് ഇരിക്കുന്നത് മുഴുവൻ. ഇപ്പോൾ കോംപ്രമൈസിങ്ങിൻ്റെ സമയമാണ് കരിയർ ബിൽഡ് ചെയ്യാൻ. ഇത് മനസ്സിലായിട്ടില്ല പലർക്കും. 2000 രൂപ കൂട്ടിയില്ലേ അപ്പം വിടും, എന്നിട്ട് അവിടെ പോയി കിടക്കാമല്ലോ, കിടന്നിട്ട് എന്തിനോ. ജനറലി സ്പീക്കിംഗ് കേട്ടോ, ഞാൻ ഈ കമ്പനിയിലെന്ന് പറയല്ല, വർഷങ്ങളായിട്ട് ഇങ്ങനെ ആളുകളുമായിട്ട് ഇടപെട്ട് നമുക്ക് ഡാറ്റ കിട്ടൂലേ. ആ ഡാറ്റ എന്ന് പറയാം, എന്താ മൈക്രോബയോളജി ഇങ്ങനെ നോക്കണേ, എന്നെ കണ്ടിട്ട് വല്ല അമീബയായിട്ട് തോന്നുന്നുണ്ടോ? അവർ കുറേ നേരം എന്നെ ഇങ്ങനെ നോക്കും. ഇതൊക്കെ വിടൂ, സൗന്ദര്യമുള്ള വസ്തുക്കൾ മാത്രം ശ്രദ്ധിക്കൂ. ആർ യു വർക്കിംഗ് ഓൺ എ ജോബ് ഓർ ആർ യു ബിൽഡിങ് എ കരിയർ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് സംഗതി. ഒന്നാമത് കരിയറിന്റെ തുടക്കകാലത്ത് നമ്മൾ കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടി എന്ത് എഫേർട്ട് കൊടുക്കണം, ഒരു സംശയവുമില്ല. കാരണം എന്താ, നിങ്ങൾക്ക് കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥ തന്നെയാണിത്. വളരെ ചെറുപ്പക്കാരൻ. മോൻ എത്ര വയസ്സുണ്ട്? 18 വയസ്സ്. ആ ബ്യൂട്ടിഫുൾ. അവൻ ജോലിക്ക് കയറി അല്ലേ? ഒന്ന് കൈയടിച്ചോളൂ. കാണുന്ന പൈസയുടെ പുറകെ പോകരുത്, അതാ എനിക്ക് പറയാനുള്ളത്. പൈസയല്ല, മോന് 24 ഇയേഴ്സിൻ്റെ ഉള്ളിൽ കരിയർ ബിൽഡ് ചെയ്ത് അതിൽ മാസ്റ്റർ ആവണം. നമ്മളെ ഇപ്പോൾ ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, ഡോക്ടേഴ്സ് 35-36 വയസ്സാവും അവർ കരിയറിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ. പക്ഷെ ഒരു എഞ്ചിനീയർക്ക് വളരെ ചെറുപ്പത്തിൽ കരിയറിൽ 2 ജമ്പ് നടത്താം. 4 ഇയേഴ്സിൽ ഒരു ജമ്പ് വരും കരിയറിൽ. 8 ഇയർ നിങ്ങളൊരു കരിയറിൽ ഒരു ജോബിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ യു ഹാവ് ടു ബി മാസ്റ്റർ, അല്ലെങ്കിൽ ദ സെലിബ്രിറ്റി അതോറിറ്റി എന്ന് പറയും. അതിലെ ബെസ്റ്റ് ആയിരിക്കും. 8 ഇയേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം 3 ഇയർ അവിടെ നിൽക്കണം. അതിൻ്റെ എല്ലാ പോസിബിലിറ്റീസ് അവസാനിച്ചതിന് ശേഷം പുറത്ത് വരാവും. അങ്ങനെ നിൽക്കണം. ഞാൻ ജനറലിയാണ്, ഓരോരുത്തരെയും കഥയും അവസ്ഥയും വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. വ്യത്യാസം ഉണ്ടായിരിക്കും, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വ്യത്യാസം ഉണ്ടായിരിക്കും, ദൂരം വ്യത്യാസം ഉണ്ടായിരിക്കും, ട്രാവലിംഗ്, കമ്മ്യൂട്ടിങ്, കംഫർട്ട്, പ്ലാൻസ്, ആരോഗ്യം എല്ലാം അനുസരിച്ച് കരിയർ മാറും. ഇൻട്രസ്റ്റ് എല്ലാം അനുസരിച്ച് മാറും. ചിലയിടത്തൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. തൊട്ടടുത്ത് കിട്ടി കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അല്ലാത്തപ്പോൾ കരിയറിൽ ചില ടഫ് ഡിസിഷൻ എടുക്കണം. അപ്പോൾ ഡോക്ടർ, ഒരു സർജൻ, എസ്റ്റാബ്ലിഷ് ആയിട്ട് ഒരു സർജൻ ആവണമെങ്കിൽ മിനിമം ഹി ഹാസ് ടു ബി 40 എങ്കിലും ആവണം. ഒരു 40 വയസ്സുള്ള സർജനെയാണ് നമ്മൾ ഒരു മേജർ സർജനായിട്ട് അംഗീകരിക്കുകയുള്ളൂ. 40 വയസ്സുള്ള, അല്ലെങ്കിൽ ഒരു കുറച്ചൊരു നരച്ച സർജൻ. അല്ലാത്തപ്പോൾ ഒരു ശ്രീനാഥ് ബാസി ഡോക്ടറായി എന്ന് വിചാരിക്കുക. അയാളേക്കാൾ വലിയൊരു കോട്ട് വിട്ടിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ഫ്രീ കെയർ മുടിയൊക്കെ വെച്ചിട്ട് മറ്റേ കത്തി പിടിച്ചിട്ട് കിഡ്നിയല്ലേ നമുക്ക് ശരിയാക്കാം, പറിച്ച് ഞാൻ ശരിയാക്കി തരും എന്ന് പറഞ്ഞിട്ട് ബന്ധുക്കളോട് പറഞ്ഞാൽ ബന്ധുക്കൾ എന്ത് പറയും? അവനെ കൊണ്ട് തൊടിയിപ്പിക്കരുത്, അവൻ അതിട്ട് ചിയേഴ്സ് അടിക്കും 2 കിഡ്നി. നേരെ മറിച്ച് ഒരു 50 വയസ്സുള്ള കുറച്ച് ഏജ്ഡായിട്ടുള്ള, അല്ലെങ്കിൽ കണ്ടാൽ നമുക്കൊരു ഓക്കെ ഒരു അല്ലേ, അങ്ങനത്തെ ഒരു മധ്യവയസ്ക് വയസ്സായുള്ള ഒരാൾ, മധ്യവയസ്സ് ഇപ്പോൾ 60 ആണ് കേട്ടോ. 60ലാണ് മധ്യവയസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാറ് വളരെ മുത്താണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ, ചിരി കാണുമ്പോൾ തന്നെ ഇഷ്ടമുണ്ട്. ഒരു മധ്യവയസ്സനായ ഒരു 50+ ഒരാൾ ഇങ്ങനെ വന്നിട്ട് ഓപ്പറേഷൻ അല്ലേ നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാവും. എന്നാൽ ചെറുപ്പക്കാരായിരിക്കണം എഞ്ചിനീയറിംഗിൽ വേണ്ടത്. എഞ്ചിനീയറിംഗ് നമ്മൾ കണ്ട പരസ്യങ്ങളിലൊക്കെ ചെറുപ്പക്കാരാണ്. ബിടെക് ചെറുപ്പക്കാരാണ്, മഞ്ഞത്തൊപ്പിയും വെച്ചിട്ടുള്ള ആ സാധനം. ITI അല്ലേ, നിങ്ങൾ ബഹുഭൂരിപക്ഷം പേര് ITI പഠിച്ചാരല്ലേ? ചെറുപ്പത്തിൽ ഇത് എഫേർട്ട് ഇട്ട് കരിയർ ഉണ്ടാക്കും മക്കളെ, അതാ പറയാനുള്ളത്. ഇത് ജോലിയല്ല, ഇത് കരിയറാണ്. പലരും ഇത് ജോലിയായിട്ട് എടുത്തിട്ടാണ് ഈ ഉഴപ്പുന്നത്. ജോലിയായിട്ട് എടുക്കുമ്പോൾ എന്താണെന്നറിയോ, സമയവും കാലവും മറക്കണം. അതല്ലാതെ അയ്യോ ഞാൻ 5 മണി വരെ എൻ്റെ ഡ്യൂട്ടി ഉള്ളൂ, ഞാൻ ഇന്ന് 6 മണി വരെ നിന്നതാണ്. എന്തിന് നിന്നതാണ്? കരിയർ ഉണ്ടാക്കാൻ നിന്നാണെന്ന് മനസ്സിലാക്കണം. അത്രയേ ഉള്ളൂ അതിൽ. എൻ്റെ കരിയറിൽ ഞാൻ എൻ്റെ ബെസ്റ്റ് ടൈം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഐ ഹാവ് ഇൻവെസ്റ്റഡ് ഫോർ ദാറ്റ്. 500 രൂപ പോലും കിട്ടാത്ത 500-ലധികം ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. തുടക്കത്തിൽ 500 രൂപ പോലും കിട്ടില്ല. 750 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് പോയിട്ട് 250 രൂപ ഞാൻ ഒരു ക്ലാസ്സിന് മേടിച്ചിട്ടുണ്ട്. 250 രൂപ പലയിടത്തും കെട്ടിപ്പിടുത്ത ഉമ്മയും മാത്രമേ കിട്ടുള്ളൂ. അന്നൊക്കെ ഞാൻ മനോരമയിലാണ് കിടന്നുറങ്ങുക. മാതൃഭൂമി, മനോരമ, ദേശാഭിമാനി പക്ഷെ ഉറങ്ങാൻ പറ്റിയ അത്ര നല്ല പേപ്പറല്ല. മനോരമ വിരിച്ചിട്ട് അതിൽ ഉറങ്ങുന്നു റെയിൽവേ സ്റ്റേഷനിൽ. എന്നെ കൊണ്ട് ചളി അടിപ്പിക്കുക. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു.